20 വർഷം അച്ഛന്റെ വീട്, 30 വർഷം ഭർത്താവിന്റെ വീട്, 30-മേൽ മകന്റെ വീട്. ഒരു പെണ്ണിന് സ്വന്തമായിട്ട് കല്ലറ മാത്രമേ ഉള്ളൂ എന്നത് യാഥാർത്ഥ്യം. ഇങ്ങനെ ഞാൻ എവിടെയോ എഴുതി കണ്ടിട്ടുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് കല്ലറ മാത്രം മതിയെന്ന് ഒരു പെണ്ണ് എപ്പോ ചിന്തിച്ചു തുടങ്ങുന്നോ അപ്പോഴും മാത്രമാണ് അത് യാഥാർത്ഥ്യമാകുന്നത്. അച്ഛനും മകനും ഭർത്താവിനും ഒക്കെ ഒരു വീട് സ്വന്തമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ പോലെ ഈ ഭൂമിയിൽ ജനിച്ച നിനക്കും അതുപോലെ ഒരു വീട് സ്വന്തമാക്കാൻ പറ്റും. അത് വേണ്ടാന്ന് വെക്കുന്നത് അവളാണ്, അവളുടെ ചിന്താഗതിയാണ്. വളരെ ശരിയാ, വളരെ കറക്റ്റാ പറഞ്ഞത്. ഒരു പെണ്ണിന് സ്വന്തമായിട്ടുള്ള ഒരു കല്ലറ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് സ്ത്രീയുടെ ചിന്താഗതിന്റെ കുഴപ്പമാണ്. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ വീട് വെക്കണ്ടാന്ന്? അച്ഛനോട് പോയിട്ട് അച്ഛൻ ഞാനൊരു വീട് വെക്കട്ടെ എന്ന് ചോദിച്ചാല് അച്ഛൻ പറയോ എന്തിനാ മോളെ നിനക്കിപ്പോ വീട് എന്ന് അച്ഛൻ പറയോ? പറയൂല. മകനെ വിളിച്ചിട്ട് ഇടാ കുട്ടാ ഒന്ന് വാഴാ അമ്മ ഒരു വീട് വെക്കട്ടെ എന്ന് ചോദിച്ചാൽ മകൻ പറയോ വേണ്ട അമ്മ എന്തിനാ അമ്മക്ക് വീട് എന്ന് ചോദിക്കുവോ? ചോദിക്കൂല. ഭർത്താവിനോട് ചേട്ടാ ഞാൻ വീട് വെച്ചോളാം നിങ്ങൾ കഷ്ടപ്പെടണ്ട എന്ന് ഭർത്താവിനോട് ചോദിച്ചാൽ ഭർത്താവ് പറയോ വേണ്ട ഞാൻ തന്നെ കഷ്ടപ്പെട്ടോളാം നീ വീട് വെക്കണ്ട എന്ന് ഭർത്താവ് പറയില്ല. അപ്പൊ നിങ്ങൾ വീട് വെക്കാത്ത നിങ്ങളുടെ കുഴപ്പാ. അതിനെന്ത് വേണമെന്ന് അറിയോ? അച്ഛനും മകനും ഭർത്താവും പണിക്ക് പോകുന്ന പോലെ രാവിലെ എണീറ്റ് പണിക്ക് പോകാൻ തയ്യാറാവും. അച്ഛനും മകനും ഭർത്താവും വീട് വെക്കാൻ ലോൺ എടുക്കുന്നത് പോലെ ലോൺ എടുക്കാനും അത് വീട്ടാനും തയ്യാറാവണം. ഇതൊന്നും ചെയ്യാതെ ഒരു പെണ്ണിന് സ്വന്തമായിട്ടുള്ളത് കല്ലറ മാത്രമാണെന്ന് പറഞ്ഞിട്ട് തത്വം പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു പുരുഷന് കല്യാണം കഴിക്കുന്നത് വരെ അയാൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് അയാളുടെ അമ്മയായിരിക്കും. കല്യാണം കഴിച്ചതിന് ശേഷം ശിഷ്ടകാലം അയാളുടെ ഭാര്യ ആയിരിക്കും. ഞാൻ പറയാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു പുരുഷന് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ആര് പറഞ്ഞു നിങ്ങളുടെ അടുക്കളയിൽ കയറണത്? ഫുഡ് വെക്കുന്നത് സ്ത്രീയുടെ മാത്രം പണിയല്ല, എല്ലാവർക്കും അടുക്കളയിൽ കയറാന്ന് പറയില്ലേ? അതുപോലെ സ്ത്രീക്ക് വീട് വെക്കണമെങ്കിൽ എന്താണ് തടസ്സം? നിങ്ങൾ പണിക്ക് പോകാൻ തയ്യാറല്ല, നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറല്ല, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറല്ല. അതുകൊണ്ടാണ്. അല്ല സ്ത്രീയുടെ ചിന്താഗതിയല്ല, സ്ത്രീയുടെ മടിയാണിത്.